നമസ്കാരം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കുടുംബാംഗങ്ങളായ മറുനാടൻ പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കേൾക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. വിഷയം എന്തെന്ന് മനസ്സിലാകുമ്പോൾ ഷാജൻ പലവരും പറഞ്ഞിട്ടുള്ള വിഷയമാണല്ലോ എന്ന് കരുതി സ്കിപ്പ് ചെയ്യരുത്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലാത്ത പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ തന്നെയാണ് ഈ കഥയിലെ നായകൻ. പക്ഷേ ഞാൻ ഇന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പുതിയ എപ്പിസോഡാണ്. ഇത്രയും കേൾക്കുമ്പോൾ തന്നെ ചിലരെങ്കിലും പറയും, DGP ശ്രീജിത്തിനെ വെളുപ്പിക്കാൻ ഷാജൻ എന്തോ കൊട്ടേഷൻ എടുത്തിട്ടുണ്ടെന്ന്. KM ഷാജഹാനെ പോലുള്ളവർ പറയുന്നത് മറുനാടനെതിരെ പിണറായി വിജയൻ വേട്ടയാടൽ നടത്തിയപ്പോൾ ശ്രീജിത്ത് സഹായിച്ചതിൻ്റെ പ്രതിഫലമാണെന്നാണ്. ഉള്ളത് പറയട്ടെ, ശ്രീജിത്ത് അടക്കം പല ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരോടും വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിലും പിണറായി വിജയനെ പോലെ പ്രതികാരദാഹിയായ ഒരു ഭരണാധികാരി വേട്ടയ്ക്കിറങ്ങുമ്പോൾ സഹായിക്കാനുള്ള ധൈര്യമുള്ള ഒരാൾ പോലും എൻ്റെ പരിചയ വലയത്തിൽ ഉണ്ടായിരുന്നില്ല. സഹായിച്ചിട്ടുണ്ട് താഴത്തെ തട്ടിലെ പോലീസുകാരും CIമാരും DYSPമാരും ഒക്കെ. ഒരിക്കലും ഉന്നതനായ ഒരാളും എന്നെ സഹായിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, 2 തവണ മാത്രമേ ശ്രീജിത്തിൻ്റെ സഹായം ഞാൻ തേടിയിട്ടുള്ളൂ. 2 തവണയും എനിക്ക് ആ സഹായം ലഭിച്ചില്ല. 2018 പിണറായി വിജയൻ എന്നെ ടാർഗറ്റ് ചെയ്യുന്നതിന് മുൻപ് ഞാനും എൻ്റെ സുഹൃത്തുക്കളും അപ്രതീക്ഷിതമായൊരു വിഷയത്തിൽ ചെന്ന് ചാടുന്നു. അന്ന് റേഞ്ച് IGO DIGO മറ്റോ ആണ് ശ്രീജിത്ത്. അദ്ദേഹത്തെ വിളിച്ച് സഹായം ചോദിച്ചെങ്കിലും ഒഴിഞ്ഞു മാറി. അന്ന് സഹായിച്ചത് അന്ന് ADGP ആയിരുന്ന ടോമിൻ തച്ചങ്കരിയായിരുന്നു. പിന്നെ രണ്ടാമതൊരിക്കൽ സഹായം തേടേണ്ടി വന്നത് ജാസ്മിൻ ഷാ അടക്കമുള്ള UNA നേതാക്കളെ പോലീസ് കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യാൻ നീക്കം നടത്തിയപ്പോഴാണ്. അന്ന് ക്രൈംബ്രാഞ്ച് മേധാവി തച്ചങ്കരിയും ഉപമേധാവി ശ്രീജിത്തുമാണ്. തച്ചങ്കരിയുടെ സഹായം തേടി സഹായിക്കാം എന്ന് വാക്ക് നൽകി. പക്ഷേ ശ്രീജിത്ത് സഹായിച്ചില്ല. വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്ത് അവരെ ജയിലിൽ അടയ്ക്കുകയാണ് ചെയ്തത്. വ്യക്തിപരമായി എനിക്ക് ഒരു സഹായവും കിട്ടിയിട്ടില്ലാത്ത വ്യക്തിയാണ് ശ്രീജിത്ത്. എന്നിട്ടും ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പലപ്പോഴും വാദിക്കുന്നത് വ്യക്തിപരമായ നേട്ടത്തിൻ്റെ പേരിലല്ല. നിരപരാധിയായ ഒരു മനുഷ്യൻ വേട്ടയാടപ്പെടുമ്പോൾ അത് അയാൾ എത്ര ദുർബലനാണെങ്കിലും ശക്തനാണെങ്കിലും അയാൾക്കൊപ്പം നിൽക്കേണ്ടത് എൻ്റെ ദൈവികമായ ഉത്തരവാദിത്തമാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. IPSകാരും IASകാരുമാണ് ഏറ്റവും വലിയ അഴിമതിക്കാർ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവരാണ് നിയമമുണ്ടാക്കുന്നതും നിയമം നടപ്പിലാക്കുന്നതും. അതുകൊണ്ട് തന്നെ സിവിൽ സർവീസിലെ അനേകം ഉദ്യോഗസ്ഥന്മാർ അഴിമതിക്കാരാണ്. അഴിമതിക്കാരാണ് ഭരണാധികാരികൾക്ക് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ശ്രീജിത്ത് അഴിമതിക്കാരനല്ല എന്ന് തറപ്പിച്ച് പറയാൻ എനിക്ക് ധൈര്യമില്ല. പക്ഷേ ശ്രീജിത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ എനിക്ക് കഴിയും. കാരണം ഇത്തരം ആരോപണങ്ങൾ മുമ്പ് ഞങ്ങളും ശ്രീജിത്തിനെതിരെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിയമപരമായി അതിനൊരു കുഴപ്പവുമില്ല. കാരണം ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു പരാതി ഉണ്ടായാൽ അതിന് പേരിൽ അന്വേഷിക്കാൻ ഏതെങ്കിലും കോടതി പറഞ്ഞാൽ അത് വാർത്തയാണ്. പക്ഷെ നിരന്തരമായി എന്തുകൊണ്ടാണ് ശ്രീജിത്തിനെതിരെ മാത്രം ഇങ്ങനെ വാർത്തകൾ വരുന്നത് എന്നന്വേഷിച്ചപ്പോൾ ഞാൻ 4 കാര്യങ്ങൾ മനസ്സിലാക്കി. ഒന്ന്, IPSലെ കുടിപ്പക. അനേകം പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെങ്കിലും DGP എന്ന ഉയർന്ന പദവിയിലേക്ക് പരമാവധി 4 പേർക്കാണ് പ്രൊമോഷൻ കിട്ടുക. അതിൽ 2 പദവികൾ എല്ലാവരുടെയും സ്വപ്നമാണ്, ഭാഗ്യമുള്ളവർക്ക് ലഭിക്കൂ. ഒന്ന് സ്റ്റേറ്റ് പോലീസ് ചീഫ്, 2 വിജിലൻസ് ഡയറക്ടർ. ഈ 2 പദവിയിലേക്കും എത്താനുള്ള ഗ്രൂപ്പ് വൈരത്തിനിടയിൽ സഹപ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിടുന്നത് പതിവാണ് പോലീസിൽ. അതുകൊണ്ട് തന്നെ സഹപ്രവർത്തകർ തന്നെയാണ് ഇത്തരം വ്യാജ പരാതികളുടെ പിന്നിൽ എന്നതാണ് ആദ്യത്തെ കാരണം. അത് ശ്രീജിത്തിനെതിരെ മാത്രമല്ല, സകല പോലീസ് ഓഫീസർമാരും നേരിടുന്ന പ്രശ്നമാണ്. എന്നാൽ ശ്രീജിത്തിന് മാത്രം ബാധകമായ മറ്റു 3 കാരണങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുകയും വലിപ്പ ചെറുപ്പം നോക്കാതെ പരിചയപ്പെടുന്നവരെ സുഹൃത്തായി കരുതി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് ശ്രീജിത്തിൻ്റെ രീതിയാണ്. അങ്ങനെ കൂടെ കൂടുന്ന പലരും ഒറ്റുകാരാവും, അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യമുള്ള അഴിമതിക്കാരാവും. പിന്നീട് അവരുമായി തെറ്റുമ്പോൾ അവർ പക വീട്ടാൻ വേണ്ടി ഇറങ്ങുന്നത് ശ്രീജിത്തിൻ്റെ ജീവിതാനുഭവത്തിലെ മുഖ്യ ഘടകമാണ്. 3, ശ്രീജിത്ത് ഒരു അടിയുറച്ച ദൈവവിശ്വാസിയാണ്. മൂകാംബിക ദേവിയുടെ ഉപാസകനാണ്. ക്ഷേത്രങ്ങളിൽ മതപ്രഭാഷണത്തിന് പോകും. മൂകാംബിക ദേവിയുടെ മുമ്പിൽ സംഗീത കച്ചേരി നടത്തും. അങ്ങനെ തൻ്റെ ഭക്തി മറച്ചു വയ്ക്കാനുള്ളതല്ല, വിളിച്ചു പറയാനുള്ളതാണ് എന്ന് കരുതുന്നത് കൊണ്ട് ചിലരെങ്കിലും അതിനെ സംശയദൃഷ്ടിയോടെ കാണുന്നു. അവർ അത് രാഷ്ട്രീയമായി ദുർവ്യാഖ്യാനം ചെയ്ത് ദുരുപയോഗിക്കുന്നു. 4മത്തേത്, ദൈവവിശ്വാസം കൂടുതലായതുകൊണ്ട് വിഷയത്തിൻ്റെ മെറിറ്റ് നോക്കിയാണ് മിക്കപ്പോഴും ഡിസിഷൻ എടുക്കുന്നത്. പാലത്തായി കേസ് പോലെയുള്ള വ്യക്തമായ രാഷ്ട്രീയ മത താല്പര്യം പ്രതിഫലിക്കുന്ന വിഷയത്തിൽ നിഷ്പക്ഷമായ നിലപാടെടുത്തത് വലിയ തോതിൽ ഒരു വിഭാഗത്തിൻ്റെ ശത്രുതയ്ക്ക് കാരണമായി. അതുകൊണ്ട് ഇവർ കൂട്ടം ചേർന്ന് ശ്രീജിത്തിനെ ആക്രമിക്കുന്നു, വലിച്ച് താഴെയിടാൻ ശ്രമിക്കുന്നു. അതിനവർ
കാലാകാലങ്ങളിൽ ചിലരെ കൂട്ടുപിടിക്കുന്നു. ഡാ നായെ, നിനക്കെതിരെ പരാതി ഇല്ലാഞ്ഞിട്ടല്ല, നിന്റെ നക്ഷത്രത്തെ പേടിച്ചിട്ട്, നീ ഇവരുടെ ഭർത്താവിനെ കൊന്നുകളയും എന്ന് പേടിച്ചിട്ട്. സമൂഹത്തിന്റെ ആ പേടിയാണ് നിന്റെ വിജയം. എനിക്കില്ലാത്തതും ആ പേടിയാണ്. സ്വയംഭോഗ ചക്ര അവാർഡ് ശ്രീജിത്ത് IPS പരാതി പറയാൻ തന്നെ വിളിച്ച യുവതിയോടെ അന്ന് രാത്രി തന്നെ സ്വയംഭോഗം ചെയ്യാൻ നഗ്ന ഫോട്ടോ ആവശ്യപ്പെട്ട ധീരകൃത്യത്തിനാണ് അവാർഡ്. നമുക്ക് ഏറ്റവും ഒടുവിൽ നിന്ന് തുടങ്ങാം. മോട്ടോർ വാഹന വകുപ്പിലെ ഏറ്റവും താഴത്തെ തട്ടിലുള്ള AMVI അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഡിബിൻ എടവന. ഈ ഡിബിൻ കഴിഞ്ഞ 1-2 ദിവസമായി തൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന ചില സന്ദേശങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഡാ നായെ, നിനക്കെതിരെ പരാതി ഇല്ലാഞ്ഞിട്ടല്ല, നിന്റെ നക്ഷത്രത്തെ പേടിച്ചിട്ട്, നീ ഇവരുടെ ഭർത്താവിനെ കൊന്നുകളയും എന്ന് പേടിച്ചിട്ട്. സമൂഹത്തിൻ്റെ ആ പേടിയാണ് നിന്റെ വിജയം. എനിക്കില്ലാത്തതും ആ പേടിയാണ്. ശ്രീജിത്തെ ചെറ്റെ, നീ എന്ത് DGP ആണ് പോലീസുകാരെ പറയിപ്പിക്കാൻ. ഒരു സ്ത്രീയുടെ ചിത്രമിട്ടിരിക്കുന്ന പോസ്റ്റാണ്. മറ്റൊരെണ്ണം, പറയണം ബഹുമാനപ്പെട്ട DGP ശ്രീജിത്ത് സാർ, ഈ സഹോദരി പരാതി നൽകിയ അന്നത്തെ രാത്രി മൂടായി ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് തെറ്റിദ്ധരിച്ച് ഇവർക്ക് വാട്സാപ്പിൽ സ്വയംഭോഗം ചെയ്യാൻ ഇവരുടെ നഗ്നചിത്രങ്ങൾ ആവശ്യപ്പെട്ട ADGP ആരാണ്? വീണ്ടും അതേ സ്ത്രീയുടെ ചിത്രത്തോടെ ഡാ ശ്രീജിത്ത് എന്നെഴുതുന്നു. അതേ സ്ത്രീയുടെ ചിത്രത്തോടെ പുല്ലൻ ഊളത്തെമ്മാടി ശ്രീജിത്ത് എന്നെഴുതുന്നു. വീണ്ടും ഡാ സ്വയംഭോഗി വീര DGP ശ്രീജിത്തെ. അടുത്തത് ശ്രീജിത്ത് IPS ധീരകൃത്യ അവാർഡ്. സ്വയംഭോഗ ചക്ര അവാർഡ് ശ്രീജിത്ത് IPS യാതൊരു മുൻപരിചയവുമില്ലാത്ത പരാതി പറയാൻ തന്നെ വിളിച്ച യുവതിയോടെ അന്ന് രാത്രി തന്നെ സ്വയംഭോഗം ചെയ്യാൻ നഗ്ന ഫോട്ടോ ആവശ്യപ്പെട്ട ധീരകൃത്യത്തിനാണ് അവാർഡ്. ഇന്ത്യ മഹാരാജ്യത്ത് ഈ അവാർഡ് ഏറ്റുവാങ്ങുന്ന ആദ്യ IPS ഉദ്യോഗസ്ഥനാണ് DGP ശ്രീജിത്ത്. ഇനി മുതൽ ശ്രീജിത്ത് S എന്ന പേര് മാറ്റി ശ്രീജിത്ത് KP എന്നറിയപ്പെടും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ആശംസാ സന്ദേശത്തിൽ അറിയിച്ചു. ഈ പോസ്റ്റുകൾ യാദൃച്ഛികമായി എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ഡിബിൻ എന്ന ഈ AMVയുടെ അസുഖം എന്താണെന്ന് നന്നായി എനിക്കറിയാം. ശ്രീജിത്തിനെതിരെ നിരന്തരമായി ഇയാൾ ഇങ്ങനെ വെല്ലുവിളികൾ നടത്തുന്നു. നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കേരള പോലീസിലെ ഏറ്റവും ഉയർന്ന 4 ഉദ്യോഗസ്ഥരിൽ ഒരാളാണ്. ഒരു DGP തസ്തികയിലിരിക്കുന്ന ആളാണ്. വെല്ലുവിളിക്കുന്നതും ചീത്ത വിളിക്കുന്നതും കേരള സർക്കാരിൻ്റെ കീഴിൽ പണിയെടുക്കുന്ന ഒരു സാധാരണ ഉദ്യോഗസ്ഥനാണ്. ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ അപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കുന്ന പാരമ്പര്യം ഇവിടെയുണ്ടെന്ന് ഓർക്കണം. പക്ഷേ ഇയാൾക്കെതിരെ ഒരു നടപടിയും ആരും എടുക്കുന്നില്ല. ഇതിനു മുൻപ് ഇതിനേക്കാൾ ഹീനമായ പല ആരോപണങ്ങളും ശ്രീജിത്തിനെതിരെ ഇയാൾ സോഷ്യൽ മീഡിയയിലൂടെ ഉയർത്തിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പറയുന്നില്ല. ഈ ഡിബിൻ എടവനയുടെ പ്രശ്നം എന്തെന്ന് നമുക്ക് പിന്നീട് പരിശോധിക്കാം. ആദ്യം പരിശോധിക്കേണ്ടത് എന്താണ് ഈ ആരോപണത്തിൻ്റെ അടിത്തറ എന്നാണ്. ഇങ്ങനെ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? ഞാൻ അന്വേഷിച്ചു പോയി. അപ്പോഴാണ് സംഗീത ലക്ഷ്മണ എന്ന ഒരു അഭിഭാഷികയുടെ ഒരു പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. സംഗീത ലക്ഷ്മണൻ നമുക്കറിയാം, നക്സൽ വേട്ടക്കാലത്ത് ഒരു പോലീസുകാരനെ വെടിവെച്ചു കൊന്ന കേസിൽ വർഷങ്ങൾക്ക് ശേഷം ജയിൽ ശിക്ഷ അനുഭവിച്ച ലക്ഷ്മണയുടെ മകളാണ് സംഗീത ലക്ഷ്മണ. അഭിഭാഷികയാണ്. സോഷ്യൽ മീഡിയയിൽ ആർക്കെതിരെയും എന്തും വിളിച്ചു പറയാൻ ധൈര്യമുള്ള, അത് കേൾക്കുന്നവരൊക്കെ കേട്ടില്ലെന്ന് നടിക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രമാണ്. ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഇനി ഒരാഴ്ച എനിക്കെതിരെ ആയിരിക്കും തെറിവിളി എന്ന് എനിക്കറിയാം. ഈ സ്ത്രീ എന്തോ കാരണത്താൽ നിരന്തരമായി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ പോസ്റ്റ് ഇടാറുണ്ട്. ഡിബിൻ ശ്രീജിത്തിനെ വിളിക്കുന്നത് പോലെ തന്നെയാണ് ദേവൻ രാമചന്ദ്രനെ സംഗീത ലക്ഷ്മണയും വിളിക്കുന്നത്. പക്ഷെ ആരും അനങ്ങാറില്ല. ഡിബിനെ അവഗണിക്കുന്നത് പോലെ തന്നെ സംഗീതയും അവഗണിക്കുന്നു. ഈ സംഗീത ലക്ഷ്മണ 2024 ഏപ്രിൽ മാസം 27, അതായത് 2 വർഷം മുമ്പ് ഒരു അഭിമുഖം ഷെയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോസ്റ്റ് ഇടുന്നു. ഈ അഭിമുഖ പരിപാടിയിൽ ശ്രീഗീത പറയുന്നത് എന്താണ്? അവരുടെ ഭർത്താവ് വർഷങ്ങളായി സൈക്കാട്രിക് ചികിത്സയിലാണ്, എങ്കിലും ഹൈക്കോടതിയിൽ ജോലി ചെയ്യുക എന്നാണോ? അതാരാണ്? രാത്രിയിൽ അസമയത്ത് വിളിച്ച് ഇവരുടെ നഗ്നചിത്രങ്ങൾ അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷൻ ആരാണ്? ആ പ്രശ്നത്തിൽ സ്വമേധയാ ഇടപെട്ട ഹൈക്കോടതി ജഡ്ജി ആരാണ്? ശ്രീഗീതയോട് ഹൈക്കോടതി ജഡ്ജി പറഞ്ഞ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഞങ്ങൾ ഒരേ കുടുംബമാണ്, കൂട്ടാണ്, അത്ര അടുപ്പമാണ് എന്നാണ്. ശ്രീജിത്ത് IPS എന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണറും ദേവൻ രാമചന്ദ്രൻ ഹൈക്കോടതി ജഡ്ജിയും ഇപ്പോൾ കുടുംബ സുഹൃത്തുക്കളാണ് എന്നതിൻ്റെ എൻ്റെ പക്കൽ തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീഗീത പറയുന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീജിത്താണ് എന്നും ശ്രീജിത്തിന് വേണ്ടി ഇടപെട്ട ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഈ പറഞ്ഞ വിശ്വാസം തെറ്റാണെങ്കിൽ അങ്ങനെ കരുതുന്നവർ അത് തെളിയിക്കുക. ശ്രീജിത്തും ദേവൻ രാമചന്ദ്രനും അല്ലെങ്കിൽ പിന്നെ വേറെ ആരാണ് ശ്രീഗീത പറയുന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്നും ഹൈക്കോടതി ജഡ്ജി എന്നും കൃത്യതയുടെ വ്യക്തതയുടെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പരസ്യപ്പെടുത്തുക. ഞരമ്പ് രോഗിയ ഉദ്യോഗസ്ഥൻ ആരാണ്? അങ്ങനെ ഒരുത്തിനെ വക്കാലത്തെടുത്ത് പിടിച്ച് ഹൈക്കോടതി ജഡ്ജി ആരാണ് എന്നും നമ്മൾ അറിയണം. ഈ പോസ്റ്റിനോടൊപ്പം സംപ്രേഷണം ചെയ്ത അഭിമുഖത്തിൽ
ഈ വിഷയത്തെക്കുറിച്ച് ശ്രീഗീത പറയുന്ന ഭാഗം ഇതാണ്. ഒരു ബസ്സിലൊരു യാത്ര വേണ്ടി വന്നു എനിക്ക് തനിച്ച്, ചിറ്റൂരിന്ന് എറണാകുളത്തേക്ക്. ഒന്ന് ഉറങ്ങിപ്പോയി. കുതിരാനെത്തിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഫ്രണ്ട് സീറ്റിലായിരിക്കണത്. ഇങ്ങനെ ഗ്യാപ്പിൽ ഈ അറ്റം തൊട്ട് അതിൻ്റെ ബസ്സിൻ്റെ മേള് വരെയും വലിയ വലിയ പാറ്റകളും കുഞ്ഞു കുഞ്ഞു പാറ്റകളും. എനിക്ക് പേടിയായി. ഞാൻ വേഗം അച്ഛനെ വിളിച്ചു. അച്ഛൻ പറഞ്ഞു, പൊന്നു മോളെ, നിനക്ക് ലോകത്തിലെ ഏറ്റവും പേടിയുള്ള ഒരൊറ്റ സാധനം പാറ്റയെ മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യേ, ഒരു കാരണവശാലും അത് മേത്ത് ചാടിയാൽ ഫ്രണ്ട് സീറ്റിലാണ് നീ ഇരിക്കണത്, പുറത്തേക്ക് ചാടരുത്. ഞാൻ കണ്ടക്ടറെയോ അല്ലെങ്കിൽ ഡ്രൈവറുടെ നമ്പർ ഹബ്ബിൽ വിളിച്ച് അന്വേഷിച്ച് വിവരം കൊടുക്കണമെന്നൊക്കെ ചോദിച്ചു എന്നോട്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. വിളിക്കാത്ത ദൈവങ്ങളേ ഇല്ല. ആരും എത്തിയപ്പോൾ എനിക്കൊരു ബുദ്ധി തോന്നി. ഞാൻ വേഗം ദാസേട്ടനെ വിളിച്ചു. ദാസേട്ടാ, ഇങ്ങനൊരു സംഭവമുണ്ട്, എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. വീഡിയോ എടുത്തോ, കാണണ്ട, വണ്ടിയുടെ നമ്പർ, വണ്ടിയുടെ പേര്, ഏകദേശം ഡ്രൈവറുടെ മുഖം കാണില്ല, എന്നാലും മിററിൽ കണ്ടാലോ, എന്നാലും വണ്ടിയുടെ നമ്പറും ഇന്ന സ്ഥലത്തു നിന്ന് ഇന്ന സ്ഥലത്തേക്കാണെന്നുള്ളതും എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തു. വീഡിയോ എടുത്തിട്ട് മൂപ്പർക്ക് വാട്സപ്പ് ചെയ്ത് കൊടുത്തു. വൈകുന്നേരം മീഡിയക്കാർ വന്നു എൻ്റെ അടുത്തേക്ക്. അവർ നാട്ടുവാർത്തയിൽ വന്നിരുന്നു, മനോരമയുടെ നാട്ടുവാർത്തയിൽ. അപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണറെ നമുക്ക് വിളിക്കേണ്ടി വന്നു. വിളിച്ചു കഴിഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെയാണ്, ശ്രദ്ധ വേണം, തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കാം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ വേറൊരാൾ വിളിച്ചു, ഇദ്ദേഹത്തിൻ്റെ ശിങ്കിടി. വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ചിറ്റൂർക്ക് കർശനമായ നടപടി കൊടുത്തിട്ടുണ്ട്, കുറച്ച് ദിവസത്തേക്ക് അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട് ജോലിയിൽ നിന്ന്. നിങ്ങൾ പറയുകയാണെങ്കിൽ ശക്തമായ നിയമ നടപടിക്ക് പോവാം. അത് വേണ്ട, ഒരാളുടെ കഞ്ഞിയിൽ പാറ്റയിടാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ യാത്ര ചെയ്യുമ്പോൾ പാറ്റ കണ്ടു, പക്ഷെ വേറൊരാളുടെ കഞ്ഞിയിൽ ഞാൻ എന്തായാലും പാറ്റയിടില്ല, അവരുടെ കുടുംബമല്ലേ, വിട്ടേക്ക് എന്ന് പറഞ്ഞു. അതോടെ ഇത് വിടൂ ചർച്ച. രാത്രി കിടക്കുകയാണ്. അന്ന് കറണ്ട് പോയി, നിലത്ത് കിടക്കുക ഞാൻ. അപ്പോൾ വൈബ്രേഷൻ, ഫോൺ സൈലൻറ്റിലല്ല വൈബ്രേറ്ററിൽ ഇട്ടിരിക്കുകയാണ്. ഇങ്ങനെ അടിക്കുക. ഒരു 12:30 ആയപ്പോൾ ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ എന്തോ അബദ്ധത്തിൽ, സാധാരണ ഉറങ്ങാത്ത ആളാണ്, ഡീപ്പ് സ്ലീപ്പിക്ക് പോയി. പുലർച്ചെ 3 മണി 4 മണിയായപ്പോൾ ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ, ഗീത, എനിക്ക് കുറച്ച് ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് അയച്ചു തരുമോ, എനിക്ക് മാസ്റ്റർബേറ്റ് ചെയ്തിട്ടൊന്ന് കിടന്നുറങ്ങാനാണ്. രാവിലെ ഏകദേശം ഒരു 6, 6:30, 7 ആവട്ടെ. എന്നിട്ട് എന്തായാലും ഒരു ഓഫീസറാണല്ലോ, നമുക്കൊരു മര്യാദ ഉണ്ടല്ലോ. ഒരു 7 മണിയായപ്പോൾ ഞാൻ വിളിച്ചു. നിങ്ങളെന്താ വിചാരിച്ചു? ഞാൻ ആണോ വിചാരിച്ചോ? വിധവകൾ, മരിച്ചുപോയ ആൾക്കാരുള്ള അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികൾ, പെൺകുട്ടികൾ, അല്ലെങ്കിൽ മാനസിക രോഗം വന്നിട്ടുള്ളവരുടെ ഭാര്യമാർ നിങ്ങളുടെ സൗകര്യത്തിൽ നിന്ന് വരുന്ന നിങ്ങൾ വിചാരിച്ച്? അങ്ങനെയുള്ളവർ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുമായിരിക്കാം, എന്നെ അതിന് കിട്ടില്ല. എനിക്കിപ്പോൾ ഭയം തോന്നുന്നത് എന്താ വെച്ചാൽ, ഇത് മീഡിയയിൽ പറയാൻ എനിക്കൊരു ഭയമുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. നക്ഷത്രം കുറച്ച് കൂടിപ്പോയതുകൊണ്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഒരുപക്ഷെ എൻ്റെ ഹസ്ബൻഡിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇല്ലാതാക്കാം. അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കണം. നിങ്ങളുടെയൊക്കെ മുന്നിൽ വരുന്ന പാവപ്പെട്ട അമ്മമാരോ അല്ലെങ്കിൽ സഹോദരിമാരൊക്കെ എന്ത് ധൈര്യത്തിലാണ് സാറേ നിങ്ങളുടെയൊക്കെ മുന്നിൽ വരിക? ഇനി നിങ്ങളെ ഞാൻ എങ്ങനെ സാറേന്ന് വിളിക്കുക? നിങ്ങൾക്ക് എന്താ ഇനി അതിൻ്റെ ഒരു യോഗ്യത? സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കിക്കോളാൻ പറഞ്ഞു. അത് ഹൈക്കോർട്ടിലുള്ള ഒരാളെ അറിയിച്ചു. അന്ന് രാത്രി ശശിയേട്ടൻ തിരിച്ചു വന്നു കഴിഞ്ഞ ശേഷം ഫോൺ വന്നു എനിക്ക്, ആ വ്യക്തിയുടെ. എന്നെ നാട്ടുകാരനാണ്, അങ്ങനെയൊക്കെ ചെയ്യുമോ? എനിക്കൊന്നും പറയാനില്ല സാർ, ജഡ്ജാണെന്ന് ആലോചിക്കണേ. സത്യമാണ്, ഇങ്ങനൊരു സംഭവം നടന്നു, എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, വളരെ മോശമായിട്ട് തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞു. അതുവരെ എൻ്റെ അടുത്ത് കൂട്ടായിരുന്ന ആൾ എന്നിട്ട് എൻ്റെ അടുത്ത് പറയണേ, ഞങ്ങളൊരു ഫാമിലി മെമ്പേഴ്സാണ്, അത്രയും ക്ലോസ് ആണ്. ഞാൻ പറഞ്ഞു, എന്ത് ക്ലോസ് ആയാലും എന്നോട് പറഞ്ഞത് ഇത് തന്നെയാണ്, എൻ്റെ അപ്പുറം മാറ്റമില്ല. അതോടെ ഈ നിമിഷം വരെ വളരെ കൂട്ടായിരുന്ന ആ മനുഷ്യൻ ഒരു കോണ്ടാക്റ്റും ഇപ്പം ഇല്ല. ഇത് ഞാൻ പറഞ്ഞ കാരണം അയാൾക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചക്കിക്കൊത്ത ചങ്കരനായിരിക്കും, അയാളും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ശ്രീഗീതയെ ഓർമ്മ വന്നു. ശ്രീഗീത നമ്മുടെ സമൂഹത്തിൽ മാതൃകയാക്കേണ്ട ഒരു സ്ത്രീത്വമാണ്. അവരുടെ ഭർത്താവ് സ്കീസോഫ്രീനിയ എന്ന രോഗത്തിന് അടിമയാണ്. ഒരുതരം മാനസിക രോഗമാണത്. സാധാരണ അത്തരം രോഗം വരുന്നവരെ
മാനസികാരോഗ്യ ആശുപത്രിയിൽ അടച്ച് ബന്ധുക്കളും ഉപേക്ഷിക്കുന്നതാണ് പതിവ്. അവരുടെ ചിന്തകൾ, പ്രവർത്തികൾ, ജീവിത രീതികളൊക്കെ തികച്ചും വ്യത്യസ്തമാണ്. എന്നാൽ ശ്രീഗീത താൻ വിവാഹം കഴിച്ച ഭർത്താവിനെ അങ്ങനെ ആപത്തിൽ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് കരുതി അയാളെ സ്വന്തം മകനെ പോലെ, സ്വന്തം സഹോദരനെ പോലെ കൂടെ കൊണ്ടു നടന്ന് സംരക്ഷിച്ചു വരികയാണ്. ആ ഒരു നന്മയുടെ പേരിൽ ശ്രീഗീത എക്കാലത്തും വാർത്തകളിൽ നിറഞ്ഞു നിൽപ്പാറുണ്ട്. സ്കീസോഫ്രീനിയ ബാധിച്ച ആളാണ് ശ്രീഗീതയുടെ ഭർത്താവ് എന്നതുകൊണ്ട് തന്നെ പലരും ശ്രീഗീതയെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയും ശ്രീഗീത ഇത് വിളിച്ചു പറയുകയും ചെയ്യാറുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ശ്രീഗീത ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞത്. ഈ പോസ്റ്റുകൾ കണ്ടപ്പോൾ ശ്രീജിത്തിനെ കുറിച്ച് ചിലരെങ്കിലും പെണ്ണുപിടിയൻ എന്ന ആരോപണം ഉന്നയിക്കുന്നത് നേരിട്ട് കേട്ടിട്ടുള്ളത് കൊണ്ട് എനിക്കും ചെറിയ സംശയം തോന്നി. കാരണം ശ്രീജിത്തിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ വ്യാജമാണെന്ന് ശക്തിയുക്തം വാദിക്കുകയും അഴിമതി നടത്തി എന്ന് പറയുന്നവരുടെ വാ മൂടാൻ കഴിയുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. എന്നാൽ ശ്രീജിത്ത് പെണ്ണുപിടിയനാണ് എന്ന് പറയുമ്പോൾ അല്ല എന്ന് തെളിയിക്കാൻ എൻ്റെ കയ്യിൽ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പലരും ആധികാരികമായാണ് ഇത് പറയുന്നത്. മലയാളത്തിലെ ഒരു നടി ഒരു മദ്യപ സദസ്സിൽ വെച്ച് മദ്യപിച്ചതിന് ശേഷം ശ്രീജിത്തിൻ്റെ കിടക്കയിലെ വീരകൃത്യങ്ങളെക്കുറിച്ച് വർണ്ണിച്ചത് മറ്റൊരു നടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സഹപ്രവർത്തകന വിശാഖനോട് ഒരു DYSP പറഞ്ഞു എന്ന് വിശാഖൻ എന്നോട് പറഞ്ഞു. കോട്ടയത്തെ കുപ്രസിദ്ധയായ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തപ്പോൾ ശ്രീജിത്ത് പലതവണ അവർക്ക് വേണ്ടി വിളിച്ചു എന്ന്. ഞാൻ ഇതേക്കുറിച്ച് ശ്രീജിത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പൂർണ്ണമായും നിഷേധിക്കുന്നു. ഇങ്ങനെ ആളുകൾ തോന്നിയതുപോലെ പറയാൻ തുടങ്ങിയാൽ എന്തു ചെയ്യും എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. നമുക്ക് ശരി തെറ്റുകൾ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? എന്തായാലും ശ്രീഗീതയെ വിളിക്കാൻ ഞാൻ തീരുമാനിച്ചു. ശ്രീഗീതയെ ഞാൻ ഫോണിൽ വിളിച്ച് സുഖവിവരങ്ങൾ അന്വേഷിച്ച് ഞാൻ ഇക്കാര്യം തുറന്നു ചോദിച്ചപ്പോൾ അവർ എന്നോട് ആ സംഭവകഥ വിവരിച്ചു. അവർ പറഞ്ഞു, സ്വപ്നത്തിൽ പോലും ശ്രീജിത്ത് സാറിനെ ഓർത്തിട്ടില്ല. ശ്രീജിത്ത് സാറിനെ എനിക്ക് നേരിട്ട് പരിചയമില്ല. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് മതിപ്പ് തോന്നാറുണ്ട്. ഞാൻ അദ്ദേഹത്തെ ആദരിക്കുന്ന ആളാണ്. ഞാൻ ഉദ്ദേശിച്ചത് ആ ഉദ്യോഗസ്ഥനല്ല എന്ന് പറഞ്ഞ് ഒരു ട്രാൻസ്പോർട്ട് കമ്മീഷണർ അവരോട് മോശമായി പെരുമാറിയതിൻ്റെ വിശദാംശങ്ങൾ പേര് സഹിതം എന്നോട് അവർ വെളിപ്പെടുത്തി. അവർ പേര് വെളിപ്പെടുത്താത്തത് കൊണ്ട് ഞാൻ ആ പേര് വെളിപ്പെടുത്തുന്നില്ല എന്ന് മാത്രം. നോക്കൂ, ഞാൻ നേരിട്ട് ശ്രീഗീതയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ സംഭവമാണിത്. എന്നിട്ടാണ് ശ്രീജിത്തിനെ ഇതിലേക്ക് വലിച്ചഴച്ച് ഒരു അഭിഭാഷികയും ഇപ്പോൾ അത് ഏറ്റുപിടിച്ച് ഒരു മോട്ടോർ വാഹന ഇൻസ്പെക്ടറും ഈ മനുഷ്യനെ ആക്ഷേപിക്കുന്നത്. ഇതാണ് ശ്രീജിത്തിൻ്റെ ദുർവിധി. എക്കാലത്തും ഇദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ കള്ളക്കഥകൾ ആളുകൾ പ്രചരിപ്പിക്കുന്നു. ഇതൊക്കെ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന തരത്തിൽ നിരന്തരമായി ശത്രുക്കൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 20 കൊല്ലമായി ശ്രീജിത്തിനെതിരെ ഇത്തരം ഗൂഢാലോചനക്കാർ 16 സ്വകാര്യ കംപ്ലൈൻറ്റുകളാണ് കോടതികളിലും ഉന്നതാധികാരികളിലും കൊടുത്തത്. ഇതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ നിരപരാധിയാണ് എന്ന് കണ്ടെത്തും. പക്ഷെ അന്വേഷണം നടക്കുന്നിടത്തോളം കാലം ശ്രീജിത്തിന് നാണക്കേടുണ്ടാവും, ലഭിക്കേണ്ട അംഗീകാരങ്ങൾ കിട്ടാതെ പോവും. ഇത്രയും സേവനമനുഷ്ഠിച്ചിട്ടും രാഷ്ട്രപതിയുടെ പുരസ്കാരം കിട്ടാതെ പോയത് നിരന്തരമായി ഇത്തരം കള്ളക്കേസുകൾ ഉള്ളതുകൊണ്ടാണ്. ഒരു കേസ് തീരുമ്പോൾ അടുത്ത കേസ്. ഇപ്പോഴും ഹൈക്കോടതിയിൽ ഒരു കേസ് കിടക്കുന്നു. ആ കേസിന് ആധാരമായി പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം യൂണിഫോം ഇട്ടുകൊണ്ട് ദുബായിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തു, വ്യാജമാണ് എന്ന് വീഡിയോ സഹിതം ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. രണ്ടാമത്തേത്, അനുമതിയില്ലാതെ പോയി എന്നതാണ്. ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് അനുമതി ആവശ്യമില്ല എന്നുള്ള സർക്കാർ ഉത്തരവാണെങ്കിൽ, രണ്ടാമത് കാണിക്കുന്നത് ശ്രീജിത്ത് ഈ യാത്രയ്ക്ക് പോകാൻ വാങ്ങിയ അനുമതിയുടെ ഉത്തരവാണ്. ഇത് രണ്ടും വ്യാജമായിട്ടും ഹൈക്കോടതിയിൽ കേസാണ്. മൂന്നാമത്, തെളിവുകളൊന്നുമില്ലാതെ ട്രാൻസ്പോർട്ട് കമ്മീഷനായിരുന്നപ്പോൾ അഴിമതി നടത്തി എന്നുള്ള ഒരു വേഗാരോപണം. ഇത്തരം കേസുകളെല്ലാം ഒടുവിൽ വ്യാജമാണെന്ന് തെളിഞ്ഞ് ശ്രീജിത്ത് കുറ്റവിമുക്തനാകും. പക്ഷേ അപ്പോഴേക്കും പുതിയ കേസ് വരും. ദുരൂഹമായ കാരണങ്ങളിൽ പകവീട്ടാൻ വേണ്ടി കൊല്ലാക്കൊല ചെയ്യുകയാണ് ചിലർ ശ്രീജിത്തിനെ. കേരള പോലീസിലെ ഏറ്റവും ഉയർന്ന പദവിയിലെത്തിയിട്ടും ശ്രീജിത്ത് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഇങ്ങനെ വേട്ടയാടപ്പെടുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് സ്വയം ചോദിച്ചു പോവുകയാണ്.